ഭാരതമാതാവിന്റെ തൃപ്പാദങ്ങളിൽ ചങ്ങലം കെട്ടിട്ട് ബന്ധിച്ച് കുടുംബാധിപത്യം നടത്തിയ ആ ഇരുണ്ട കാലഘട്ടം, അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയ ആദർശ ധീരന്മാരെ സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിക്കാൻ വേണ്ടി, ദീപം തെളിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് സൗകര്യം സ്വാഗതം ചെയ്യും. ഭാരതമാതാവിന്റെ തൃപ്പാദങ്ങളിൽ ചങ്ങല കെട്ടിട്ട് ബന്ധിച്ച കുടുംബാധിപത്യം നടത്തിയ ആ ഇരുണ്ട കാലഘട്ടത്തിനെതിരെ, അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയ ആദർശ ധീരന്മാരെ സ്മരിച്ചുകൊണ്ട് കേവലം ഒരു പുസ്തക പ്രകാശനം എന്നതിനുപരി വീർക്കൂറും കൈയടിയാത്ത ഒരു തലമുറയുടെ പോരാട്ട വീര്യമാണ് ഇന്ന് ഈ ചടങ്ങിലൂടെ, ഈ പുസ്തക പ്രകാശനത്തിലൂടെ പുതുതലമുറയ്ക്ക് നൽകുന്ന ധീര സന്ദേശം. ആമുഖ ഭാഷണത്തിനായി ശ്രീ പി ഉണ്ണികൃഷ്ണഭയുടെ സവിനയം സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അവരുടെ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ വിശ്വനാഥാജി, കാബാജി, ജയകുമാർജി, കൃഷ്ണകുമാർജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ചില പുരാതനമായ നമ്മുടെ ഈ ഭാരതത്തിന്റെ ധർമ്മത്തിലും സംസ്കാരത്തിലും ദേശീയതയിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും ചരിത്രത്തിലും അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഭാരതത്തിന്റെ സന്താനങ്ങളെ, ഭാരതമാതാവിന്റെ മക്കളെ, നമസ്കാരം. ഇവിടെ പരിപാടി അല്പം കൂടി നടക്കുകയാണ്. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചതിന്റെ 100% ഉത്തരവാദിത്വവും കേരള പോലീസിനാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വലിയ വിഷമമുണ്ട്. പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഹാളിലേക്ക് KSUവിന്റെയും SFIയുടെയും യുവാക്കൾ കടന്നു വന്നത് എന്നതിന്റെ ദൃശ്യം മിക്കവാറും മാധ്യമങ്ങളിലും ഈ കാര്യം മനസ്സിലാക്കിയിട്ടുള്ള സ്വയം സേവക ഫോണിലും ഇന്ന് ലഭ്യമാണ് എന്നുകൂടി പോലീസുകാരെ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗവർണർ ആരാണ് എന്ന് SFIയുടെയും KSUവിന്റെയും സന്തതികൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്വയം സേവകനായിരുന്നു, സംഘചാലനായിരുന്നു, ജനസംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ചെറുപ്പം മുതൽ അച്ഛന്റെ കൂടെ ശാഖയിൽ പോയി നല്ല ശാരീരിക ചെയ്ത് വളർന്നു വന്ന ഒരു സ്വയം സേവകനാണ് അദ്ദേഹം. അദ്ദേഹം മുഖ്യ ശിക്ഷകനായിട്ടുണ്ട്, നഗരകാര്യപാടായിട്ടുണ്ട്, പ്രചാരകനായിട്ടുണ്ട്, സംഘചാലകനായിട്ടുണ്ട്. സംഘത്തിന്റെ പ്രഥമ, ദ്വിതീയ, തൃതീയ വർഷ സംഘ ശിക്ഷാ വർദ്ധികൾ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പേടിപ്പിക്കാൻ ഇന്ന്
കേരളത്തിൽ ഒരു കുഞ്ഞുമോനും വളർന്നു വന്നിട്ടില്ല എന്ന് വളരെ വിനീതമായി അവരെ അറിയിക്കാൻ തയ്യാറാവുകയാണ്. പുതിയ തലമുറയ്ക്ക് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി. 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭരണഘടന വെറും കടലാസ് കഷ്ണങ്ങളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ സുപ്രീം കോടതി നോക്കുകുത്തിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ ജനാധിപത്യ സംവിധാനം ഏകാധിപത്യം നൽകിയ ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് പോയ സാഹചര്യമുണ്ടായിരുന്നു. നമ്മുടെ പത്രം മാധ്യമങ്ങളെല്ലാം തന്നെ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ 50ാമത്തെ വർഷം നമ്മൾ ആചരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതിനുശേഷം ജനിച്ച ഇവിടെയുള്ള പുതിയ തലമുറയെ പറ്റി അവർക്ക് നേരിട്ട് എന്താണ് 50 വർഷം മുൻപ് നമ്മളെ പോലീസുകാര് നമ്മളെ ദേശസ്നേഹികളായ ആളുകളോട് കാണിച്ചത് എന്നതിന്റെ ഒരു പ്രത്യക്ഷമായ ഒരു അവതരണം കൂടി ഇവിടെ നടന്നു. അതിന് പോലീസുകാർ നമ്മളെ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടിയെ സംബന്ധിച്ച് കൂടുതൽ സമയം സംസാരിക്കാൻ അവസരം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്താണ് ഇനി അങ്ങോട്ടുള്ള കേരളത്തിന്റെ പരിവർത്തനം എന്നുള്ളതിനെ കുറിച്ച് നോക്കിയാൽ ഇവിടത്തെ കോടതിയും അതേപോലെ തന്നെ നിയമനിർമ്മാണ സഭയും പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗ വൃന്ദവും ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട കാവൽക്കാരായി മാറണം. ഇപ്പോൾ ഈ ജനാധിപത്യത്തെ കവർന്നെടുക്കുന്ന കൊള്ളക്കാരായിട്ടാണ് ഈ 4 വിഭാഗം തൂണുകളും പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. അതുകൊണ്ട് ഈ 50ാം വർഷത്തിൽ ഈ വേദിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം, ഒരു രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി നമ്മളെ നീതിന്യായ വകുപ്പ് അല്ലെങ്കിൽ കോടതി അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതേപോലെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇവിടുത്തെ നിയമനിർമ്മാണ സഭകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, പത്രമാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഈ 4 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് ഈ സംഭവം ഒരു ചൂണ്ടുപലകയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭരണഘടനയെ വലിച്ചു കീറി ജനാധിപത്യത്തെ പിച്ചു ചീന്തിയ ആ ഇരുണ്ട കാലഘട്ടം, 2 ലക്ഷത്തിലധികം പേരെ കൽത്തുറങ്കിലടച്ച ഭരണകൂട ഭീകരത, വിപ്ലവത്തിന്റെ കുത്തകയെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞ ചരിത്രം, ആ നടുക്കുന്ന ഓർമ്മകളും സത്യങ്ങളുമാണ് ഈ പുസ്തകത്തിലൂടെ പുതുതലമുറയിലേക്ക് എത്തുന്നത്. അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ പുസ്തക പരിചയം ശ്രീ കാഭ സുരേന്ദ്രൻ. ആദരണീയ ഗവർണർക്കും വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കൾക്കും വിനീത നമസ്കാരം. 1975 ജൂൺ 25 തീയതി പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയെ തുടർന്ന് അത് പാർലമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് എന്ന് വരുത്താൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു പ്രധാനമന്ത്രി. ആ സമ്മേളനത്തിൽ ശ്രീ AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ AK ഗോപാലൻ പറഞ്ഞ ഒരു വാക്യം, 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഡൽഹിയുടെ കാവൽ ചുമതലകൾ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി RSSന് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ഇപ്പോഴത്തെ RSSന്റെ നിരോധനം കാപട്യമാണ് എന്നാണ് AK ഗോപാലൻ പാർലമെന്റിൽ പ്രസംഗിച്ചത്. മറ്റൊരു പ്രസംഗമല്ല, ഒരു പുസ്തകം, വിഭജന അനന്തരം ഒരു പുസ്തകം ഒരു കോൺഗ്രസ് നേതാവ് എഴുതി. പ്രൊഫസർ AN ബാലി, പഞ്ചാബുകാരനാണ് അദ്ദേഹം. വിഭജന അനന്തരം ഉണ്ടായ കോടാനുകോടി ഭാരതീയരുടെ അഭയാർത്ഥി പ്രവാഹത്തെ കുറിച്ച് വിശദീകരിക്കവേ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഇതാണ്:
if it were left to Sanghis. സംഘി എന്ന വാക്ക് ആദ്യമായി അനുമോദന പദമായി ഉപയോഗിച്ചത് ഒരു കോൺഗ്രസ് നേതാവാണ്. If it were left to Sanghis alone, the problem of the rehabilitation of refugees from West and East Pakistan would have been solved long ago. അഭയാർത്ഥികളുടെ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികളുടെ പ്രശ്നം സംഘികളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, RSSനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് എത്ര പണ്ട് പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് പ്രൊഫസർ AN ബാലിയ. ഈ രണ്ട് വാക്യങ്ങളും പറഞ്ഞത് രാജ്യത്തിന് ആപത്ത് വരുമ്പോൾ RSS രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും രണ്ട് നേതാക്കന്മാർ നടത്തിയ അവരുടെ ഒരു പ്രമാണപത്രമായി ഇതിനെ കണക്കാക്കാൻ തയ്യാറാവുകയാണ്. ഭാരതമാതാവിനെ ചങ്ങലക്കിട്ടതിന്റെ 50ാം വാർഷികമാണ്. ആ ഭാരതമാതാവിനെ ചങ്ങലക്കിടണം എന്ന് പറയുന്നവർ 2025 ജൂൺ 25-നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടതാണ് ഭാരതമാതാവിനെ ചങ്ങലക്കിട്ടു എന്ന് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജയിലറയാക്കി മാറ്റി, ജനാധിപത്യ കശാപ്പ് നടത്തി, സംവിധാൻ ഹത്യ. അതാണല്ലോ ഭാരത പ്രധാനമന്ത്രി പറഞ്ഞത്. ഇപ്പോഴത്തെ സംവിധാൻ ഹത്യ നടത്തിയതിന്റെ 50ാം വാർഷികമാണ്. പോരാ, ആ കൂടെ മാതൃഹത്യ കൂടി നടത്തിയതിന്റെ 50ാം വാർഷികമാണ്. മാതൃഹത്യ നടത്തുന്നവർ വീണ്ടും ഭാരതമാതാവിനെ ഹനിക്കുവാൻ ഇവിടം വന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സുരക്ഷ അവരുടെ കൈകളിലാണോ നമ്മുടെ കൈകളിലാണോ എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഈ ഘട്ടത്തിലെ 2ാം സ്വാതന്ത്ര്യ സമരം ലോക സംഘർഷ സമിതി എന്നുള്ളതിന്റെ പേരിലായിരുന്നു ഈ നിരോധനത്തിനെ, അടിയന്തരാവസ്ഥയെ, സംവിധാൻ ഹത്യയെ പ്രതിരോധിക്കാൻ നടത്തിയ സമരങ്ങളുടെ മുഴുവൻ നേതൃത്വം നൽകിയത് ലോക സംഘർഷ സമിതി അതിന്റെ നേതൃത്വത്തിൽ. ഈ പുസ്തകം അതിന്റെ തന്നെ കേരളത്തിൽ നടത്തിയ സമരങ്ങളുടെ ഒരു ഡോക്യുമെന്റേഷനാണ്. ആരാണ് സമരം നടത്തിയത്, എപ്പോഴാണ് സമരം നടത്തിയത്, എന്നാണ് സമരം നടത്തിയത്, എവിടെ വെച്ചാണ് സമരം നടത്തിയത്, ഇതിന്റെ മുഴുവൻ കൃത്യമായ രേഖകൾ ഈ പുസ്തകത്തിലുണ്ട്. ഇവിടെ അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്ന, ഭാരത പാർലമെന്റിനെ സസ്പെൻഡ് ചെയ്ത, ജനാധിപത്യ കശാപ്പിന് ഒത്താശ ചെയ്ത രണ്ടു കൂട്ടരും ഇന്നും ഇവിടെ വരികയുണ്ടായി എന്ന് നമുക്കറിയാം. അതിനെതിരെ സമരം നടത്തിയതിന്റെ ആരാണ് സമരം നടത്തിയത് എന്നുള്ളത് അറിയണമെങ്കിൽ ഈ പുസ്തകമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ പ്രകാശനം നടത്താൻ പോകുന്ന പുസ്തകമാണ്. അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഭരണഘടന മാത്രമല്ല, കൊല ചെയ്ത, ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാധ്യമങ്ങളെ കൊല ചെയ്യുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനെയൊക്കെ അതിജീവിക്കാൻ പണ്ടുകാലത്ത് ഇന്നത്തെ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ മറ്റ് ചാനലുകളോ ഇല്ലാതിരുന്ന കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ഭാരതത്തെ മുഴുവൻ ഡീലിങ്ക് ചെയ്തു. രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെടാതിരിക്കാനുള്ള ഡീലിങ്ക് ചെയ്തപ്പോൾ ഈ പുസ്തകത്തിൽ ഹരിയേട്ടൻ എഴുതിയിട്ടുണ്ട്, ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ RSS അതിനെ റീലിങ്ക് ചെയ്യുകയാണ് ഉണ്ടായത്. നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള കോടാനുകോടി ഭാരതീയരെ ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടി കുരുക്ഷേത്രം എന്ന ഒരു പത്രിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി എല്ലാ ഭാഷയിലും. ആ പേരിലാണ് ഈ പുസ്തകം കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ഇറക്കുന്നതും. ആ വിവരങ്ങൾ മുഴുവൻ എങ്ങനെയാണ് റീലിങ്ക് ചെയ്തത്, രഹസ്യമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരുന്നു, പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന്റെ മുഴുവൻ വിവരണങ്ങളും അതെങ്ങനെ അതിന്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കി എന്നതിന്റെ വിശദമായ വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പ്രവർത്തനത്തിന്റെ ആസൂത്രണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. സേതുവേട്ടന്റെ, P. നാരായൺജി, O. രാജഗോപാൽജി ഒക്കെ അവരുടെ അനുഭവങ്ങൾ മാത്രമല്ല, ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ദേശീയവും പ്രാദേശികവുമായ നെറ്റ്വർക്കിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഈ പുസ്തകത്തിന്റെ ഭാഗമാണ്. ദേശീയ തലത്തിലും പ്രാദേശികവുമായി ഈ നെറ്റ്വർക്ക് എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതും വിശദീകരിക്കുന്നു. കേരളത്തിലെ സമര ചരിത്രം വിശദമായി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ മർദ്ദന മുറകൾ എന്തായിരുന്നു, IS ഭീകരന്മാരെയും
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഗള ചക്രവർത്തിമാരും നടത്തിയ ക്രൂരമായ പീഡനങ്ങളുടെ 1000 മടങ്ങ് ക്രൂരത ജനാധിപത്യ രാജ്യത്തെ സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസ് സർക്കാർ ചെയ്തതിന്റെ ഓരോ സംഭവങ്ങളും എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ വിശദീകരണം ഈ പുസ്തകത്തിന്റെ കണ്ടന്റാണ്. 14 ജില്ലകളുടെയും മറ്റൊരു പ്രധാന കാര്യം ഈ പുസ്തകത്തിലുള്ളത് 14 ജില്ലകളുടെയും ഈ സമരചരിത്രം, ഓരോ ജില്ലയിലും ആരാണ് ഓരോ ബാച്ച് ഭടന്മാരെ നയിച്ചത്, ആ സമര ബാച്ചിലുണ്ടായിരുന്നവർ ആരാണ്, അവരിൽ ജീവിച്ചിരിക്കുന്നവരാരാണ്, കൊല്ലപ്പെട്ടവരാരാണ്, മരണം വരെ പീഡിപ്പിക്കപ്പെട്ടവരാരാണ് എന്നുള്ളതിന്റെ വിശദീകരണങ്ങൾ ഈ പുസ്തകത്തിന്റെ ഘടനയിൽ, ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ഉണ്ട്. പേര് വിവരം 7000-ലധികം പേര് അറസ്റ്റ് വരിക്കുകയോ ജയിലിൽ കിടക്കുകയോ മർദ്ദനമേൽക്കുകയോ ചെയ്തിട്ടുണ്ട് ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ. ആ 7000-ലധികം പേരുടെയും പേര് വിവരം വെറുതെ രാമൻകൃഷ്ണൻ ഗോവിന്ദനല്ല, ഇന്നൊരാള് ഇന്ന വീട്ടിലെ ഇന്ന നാട്ടിലെ പേര് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അത് തന്നെ ഒരു ഡോക്യുമെന്റാണ്. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന്റെ ഡോക്യുമെന്റാണ് ഈ പുസ്തകം. ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് കേരളത്തിന്റെ ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനാണ്. അവർ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം തയ്യാറാക്കിയത്, എഡിറ്റ് ചെയ്തത് കുരുക്ഷേത്ര പബ്ലിക്കേഷനാണ്. പക്ഷെ തയ്യാറാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ, അതിന്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ ആർ മോഹൻജി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഇരകളായിട്ടുള്ളവരുടെ, മർദ്ദനത്തിനിരകളായിട്ടുള്ളവരുടെ, സമരഭടന്മാരുടെ വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് രേഖപ്പെടുത്തിയെടുത്ത, ലൈവായി പിടിച്ചിട്ടുള്ള രേഖകളും അവരുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എമർജൻസി വിക്ടിംസ് അസോസിയേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, മുഴുവൻ ഭാരതവും ഇരകളായിരുന്നു ഈ സന്ദർഭത്തിൽ. പക്ഷേ അത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ, അടിയന്തരാവസ്ഥ മാറിയപ്പോൾ ആ ഇരകളെല്ലാം സ്വതന്ത്രമായി. പക്ഷേ കഴിഞ്ഞ 50 വർഷക്കാലമായി അന്നത്തെ പീഡനത്തിന്റെ ദുരന്തം, വേദനകൾ, അതിന്റെ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് 2 കൊല്ലത്തെ സമരത്തിന്റെ ഇരകളെ കഴിഞ്ഞും 1000 മടങ്ങ് അഭിമാനമുണ്ട്. 50 കൊല്ലത്തെ പീഡനം അനുഭവിച്ചിന്നും ഈ പന്ഥാവിൽ തുടരുന്ന, അതിൽ ചിലരിവിടെ വന്നിരിക്കുന്നുണ്ട്, അവരുടെ കാലത്ത് സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരു കാര്യവും കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ഈ ചരിത്രം പഠിക്കണം, ഈ പുസ്തകം നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങണം, ഈ പുസ്തകം എന്തുകൊണ്ട് പഠിക്കണമെന്നാണെങ്കിൽ, ഇല്ലെങ്കിൽ കള്ളച്ചരിത്രം നമ്മുടെ നാടിനെ കീഴടക്കും. ഒരു ഉദാഹരണം മാത്രം പറയാം. 1973 ചെങ്കോട്ടയിൽ ഒരു ചെമ്പ് ചുരുളുകൾ കുഴിച്ചിട്ടു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അതിന്റെ പേര് ടൈം ക്യാപ്സൂൾ എന്നായിരുന്നു. എന്താണ് അതിന്റെ ഉള്ളടക്കമെന്ന് ചോദിച്ചു പാർലമെന്റിൽ. പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ ജനതാ ഗവൺമെന്റ് ഈ ചെമ്പ് ചുരുളുകൾ മാന്തിയെടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയത്, സ്വതന്ത്ര ഭാരതത്തിനെ സൃഷ്ടിച്ചത് 2 പേരാണ് എന്നാണ് ഈ ചെമ്പ് ചുരുളുകൾ. അത് കുഴിച്ചിട്ടപ്പോൾ ചോദിച്ചു എന്തിനു വേണ്ടിയാണ്. 1000 വർഷം കഴിയുമ്പോൾ അന്നത്തെ ഭാരതത്തിന്റെ തലമുറയ്ക്ക് സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ച്, ഭാരതത്തിന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ചരിത്രമാണ് ഇതെന്നായിരുന്നു പറഞ്ഞത്. 77 ഇത് മാന്തിയെടുത്തപ്പോൾ, അത് വായിച്ചപ്പോൾ 2 പേരാണ് ഭാരതത്തെ, ആധുനിക ഭാരതത്തെ സൃഷ്ടിച്ചത്. അത് ജവഹർലാൽ നെഹ്റുവും ശ്രീമതി ഇന്ദിരാഗാന്ധിയും എന്ന പേരായിരുന്നു. ഈ കള്ളച്ചരിത്രം സൃഷ്ടിക്കുമ്പോൾ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം, അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ ചരിത്രം, പോരാളികളുടെ ജീവിതവും നരകയാതനകളും വരും തലമുറകൾ അറിയാൻ, ജനാധിപത്യത്തെക്കുറിച്ച് വാചകമടിക്കുന്നവർ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്നവർ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്നവർക്ക് ഇതൊരു പാഠപുസ്തകമായി മാറണം. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്തവർ ചുറ്റിനും കാവൽ നിൽക്കുമ്പോൾ ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്നതിന് പോലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിന് പോലും അനുവദിക്കാത്തവർ ഭാരതത്തിന്റെ നമ്മുടെ ഇടയിൽ ഭാരതത്തിന്റെ ശത്രുക്കളായി, വിഷബീജങ്ങളായി നിലനിൽക്കുമ്പോൾ ഭാരതമാതാവിന്റെ മുൻപിൽ സർവാംഗം സമർപ്പിച്ച 10,000-കണക്കിന് അടിയന്തരാവസ്ഥ വിരുദ്ധ ഭടന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഈ പുസ്തകം വരും തലമുറകൾക്ക് കൈപ്പുസ്തകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സ്വാർത്ഥലാഭത്തിനു വേണ്ടി ഇന്ദിര എന്ന ഏകാധിപതി ഒരു മഹാരാഷ്ട്രത്തെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിച്ച അടിയന്തരാവസ്ഥയുടെ നടുക്കുന്ന ഓർമ്മകൾ
ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സധൈര്യ പോരാടിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ, കാര്യകർത്താവ്, പ്രവർത്തകർ ഏറെ സ്നേഹത്തോടെ വിശ്വം പാപ്പ എന്ന് വിളിക്കുന്ന ശ്രീ VK വിശ്വനാഥൻ. ഓം പത്മനാഭായ നമ. ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർജി, അധ്യക്ഷവേദിയിലെ മറ്റ് മാന്യ വ്യക്തികളെ, സദസ്സിലെ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അന്തരംഗം ദേശസ്നേഹം കൊണ്ട് പൂരിതമായതുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. ഈ സദസ്സ് മുഴുവൻ അനുകൂലമായി നിൽക്കുന്നത്. ത്വം ഹി ദുർഗ ദശപ്രഹരണധാരിണി എന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി വിശേഷിപ്പിച്ച ഭാരതമാതാവ്. ആ ഭാരതമാതാവിനും നമസ്കാരം. അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് കേട്ടു, പുസ്തകങ്ങൾ വായിക്കാൻ പോകുന്നു. ലോക സംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. നവംബർ 14 ദേശവ്യാപകമായ സത്യാഗ്രഹം. അതിനു മുമ്പുള്ള തയ്യാറെടുപ്പ് എന്ത്? ഈ അടിയന്തരാവസ്ഥ ജനാധിപത്യത്തെ, ഭരണഘടനയെ, പൗര അവകാശങ്ങളെ, മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉന്മൂലനാശം ചെയ്യുന്നതായിരുന്നു. കരിനിയമം ഭാരതത്തെ ഒരു ജയിലറയാക്കി മാറ്റി. ഭീകരമായ പോലീസ് രാജ്, വീടുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യം. അപ്പൊ ഈ അവസ്ഥയ്ക്കൊരു പരിവർത്തനമുണ്ടാകണം. നമുക്ക് നമ്മുടെ പൗര അവകാശങ്ങൾ കിട്ടണം. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം. ഇതതുകൊണ്ട് ഓരോ പൗരന്റെയും ധാർമ്മിക കടമയാണ്. ആ കടമ നിർവഹിക്കലായിരുന്നു ലോക സംഘർഷ സമിതിയുടെ ആഹ്വാനം, സത്യാഗ്രഹം. ഞാൻ ആലുവ പ്രദേശങ്ങളിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നു. എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ ചിലത് പറയുന്നത് മാത്രമേ നമുക്ക് സമയമുള്ളൂ. 14-ാം തീയതി സത്യാഗ്രഹം നിശ്ചയിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ സത്യാഗ്രഹം. അത് നയിക്കേണ്ട ആൾ തലേ ദിവസം ഫോൺ ചെയ്ത് പറയുന്നു, അത്യാവശ്യമായിട്ട് ഒരു മാറ്റം വരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തു ചെയ്യും? ബാക്കി എല്ലാ തയ്യാറെടുപ്പ് കഴിഞ്ഞു. ഉടൻ തന്നെ രാത്രി തന്നെ ഒരാളെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തെ കാണാൻ പോയി. ഞാനിത് പറയുന്നത് ഓരോ പ്രവർത്തകന്റെ മാനസികാവസ്ഥ ചൂണ്ടിക്കാണിക്കാനാണ്. രാത്രി രഞ്ജിനി എന്ന് പറയുന്ന സംഗീതം തുടങ്ങിയ കാലം. മണപ്പുറത്തൊരു ഭാര്യയും ഭർത്താവും മണൽ കൂനെ ഇരുന്ന് പാട്ട് കേൾക്കുന്നു. അവിടെ ചെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വീട് ഏതാണ്? വീട് കാട്ടിത്തന്നു. രാത്രി പോയി വിളിച്ചു. 2ാം നിലയിൽ കിടന്ന ആള് പെട്ടെന്ന് ഇറങ്ങി വന്നു. സംസാരിച്ചു. നാളെ സത്യാഗ്രഹം നയിക്കണം. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല. ഞാൻ എപ്പോ വരണം? 9 മണിക്ക് വരണം. വന്നു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ആ ആദ്യത്തെ സത്യാഗ്രഹത്തിൽ 3 കുടുംബങ്ങളിൽ ജ്യേഷ്ഠാനുജന്മാരാണ് പങ്കെടുത്തത്. 3 കുടുംബങ്ങളിൽ നിന്ന് ഉഗ്രമായ മർദ്ദനമേറ്റകൾ വന്നു. ജയിലിൽ പോയി. അമ്മമാരുടെ സത്യാഗ്രഹം നടന്നു. FSCT ജംഗ്ഷൻ, FSCTയുടെ മുമ്പില് കമ്പനി വിടുന്ന അതേ സമയത്ത് 4 മണിക്കാണ് അമ്മമാരുടെ സത്യാഗ്രഹം. വിനോദിനി അമ്മ, സീത ചേച്ചി തുടങ്ങിയ ആൾക്കാർ, ലീല ചേച്ചി. പോലീസ് ഉഗ്രമായി മർദ്ദിച്ചു. കണ്ടുനിന്നവർ വളരെയേറെ രോഷത്തോടെ പലതും പറഞ്ഞു. തൊഴിലാളി നേതാവായ, സ്വതന്ത്ര തൊഴിലാളി നേതാവായ CS മേനോൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ചെയ്യുന്നത്? എന്നിട്ടും ഉഗ്രമായ മർദ്ദനം. പാലക്കാട് നടന്ന അമ്മമാരുടെ സത്യാഗ്രഹത്തിൽ 2 അമ്മമാർ, ഒന്ന് 3 വയസ്സായ ഒരു കുഞ്ഞും വേറൊരമ്മ 2.5 വയസ്സായ കുഞ്ഞുമായിട്ടാണ് ജയിലിലേക്ക് പോയത്. ആ ഒരമ്മ ഗുരുവായൂരിലെ രാധ ചേച്ചിയുടെ മകള് നിവേദിത എന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്, അഡ്വക്കേറ്റ് നിവേദിത. ഈ തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിനും എല്ലാവരും അമ്മമാർ, സഹോദരിമാർ ഉൾപ്പെടെ രംഗത്ത് വന്നു. സത്യാഗ്രഹം അങ്ങനെ നടക്കുന്നു. മർദ്ദനങ്ങൾ നടക്കുന്നു. അമ്മ പുറത്തേ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം, അമ്മമാരുടെ കണ്ണീര്, വീട്ടിലെ പ്രശ്നങ്ങൾ, സമയാസമയങ്ങളിൽ ഇവരുടേതായ ആ സത്യാഗ്രഹ പരിപാടി നടക്കണം. പക്ഷെ എല്ലാം നിശ്ചയിച്ചുപോലെ നടന്നു.
വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുപോകലല്ല. സത്യാഗ്രഹത്തിന് മുമ്പ് നടക്കുന്ന യോഗത്തിൽ പറയും മർദ്ദനമേക്കും, ജയിലിൽ കിടക്കേണ്ടി വരും, ജോലി പോകും, എന്തെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇതെല്ലാം പറയുമ്പോഴും ഒരു തടസ്സവുമില്ല, പൂർണ്ണ മനസ്സോടുകൂടിയാണ് എല്ലാവരും വന്നത്. ഒരു സത്യാഗ്രഹം കൊണ്ട് അടിയേറ്റ് തളർന്നവർക്ക് വേണ്ടി ഒരു സത്യാഗ്രഹ പങ്കെടുത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ശിബിരം വെച്ച്. എന്ത് ശിബിരാന്നറിയോ? തിരുമ്മ് ശിബിരം. തിരുമ്മ് അറിയപ്പെടുന്ന നമ്മുടെ കറിയച്ചാലിലെ ഗോപിനാഥക്കുറുപ്പ് അറിയപ്പെടുന്ന ഗുരുക്കളാണ്. പഴയ MLA നാരായണക്കുറുപ്പിന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നു. വെളിയത്തുനാട് ഇരുവിരുവി നമ്പൂതിരിപ്പാടിന്റെ വൈപ്പിൻ മനയിലായിരുന്നു ശിബിരം. രാവിലെ മുതൽ തിരുമു തുടങ്ങും. 18 പേരെ തിരുമിയാണ്. ആ തിരുമു കഴിഞ്ഞ് അദ്ദേഹം ആ പൂർണ്ണ നദിയിലങ്ങനെ രാത്രി കുറേ നേരം കിടക്കും. ഈ വന്നവർക്കൊന്നും ദുഃഖമൊന്നുമില്ല. ഇനി അവർ തയ്യാറാണ്. വേറൊരു സത്യാഗ്രഹത്തിൽ പോയി പോലീസ് അടിച്ച് ദേഹം മുഴുവൻ തളർന്നു കിടക്കുന്ന സമയത്ത് വീണ്ടും ചോദിച്ചു പോലീസ്, ഇനി നീ പോകുമോ? അധികാരി പറഞ്ഞാൽ ഞാൻ പോകും. അധികാരി പറഞ്ഞാൽ ഞാൻ പോകും. അല്ല, ഇവരൊന്നും കണ്ടിട്ടല്ല. ഈ തരത്തിൽ ഈ സത്യാഗ്രഹം ചെയ്തവരെന്താ പറഞ്ഞത്? അവർ ഗാന്ധിയൻ സത്യാഗ്രഹമാണ്. ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാട്ടിനെ. പോസ്റ്റർ അതാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വരും. പോസ്റ്റർ നേരത്തെ പറഞ്ഞ് കുരുക്ഷേത്രം എല്ലാവർക്കും കൊടുത്തു. പോലീസ് വരുന്ന സമയത്ത് പറയും, പോലീസ് ഞങ്ങളുടെ സോദരരാണ്, അവരോടല്ല ഞങ്ങളുടെ സമരം. പോലീസിനോടല്ല സമരം. ഈ തരത്തിൽ ഒരക്രമവും ഇല്ലാതെ ഒരു കറുത്ത വാക്ക് പോലും പറയാതെ മർദ്ദനം ശബ്ദമായി ഏറ്റെടുത്ത് തളർന്ന് ഉള്ള 10,000. അതായിരുന്നു നമ്മുടെ അടിയന്തരാവസ്ഥയിലെ കേരളത്തിന്റെ അവസ്ഥ. ഇത് പറയുമ്പോഴും ആലപ്പുഴ ഗോപകുമാറിനെ ഇഞ്ച പോലെ ചതച്ചു. അത് പോലീസ് സൂപ്രണ്ട് ഇവിടെ ആഭ്യന്തരമന്ത്രിക്ക് ശബ്ദം കേൾപ്പിച്ചു കൊടുത്തെന്നാ പറയുന്നത്, ഫോണിൽ കൂടെ ഇടിക്കുന്ന ശബ്ദം. ഗോപകുമാറിന് പകരം ഞാനാണ് ആലപ്പുഴയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ശ്മശാന മൂകതയാണ്. കണ്ടാൽ പല ആൾക്കാർ പോലും ചിരിക്കാൻ സാധിക്കുന്ന ഭയന്നിട്ട്. പോലീസ് വീടുകൾ മുഴുവൻ അമ്മമാരെ സഹോദരിമാരെ എല്ലാം ഭയപ്പെടുത്തി ചീത്ത വിളിച്ച്, ചെവി പൊട്ടിത്തെറിക്കുന്ന ചീത്ത, ആ തരത്തിലുള്ള അസഭ്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം ഞാൻ അനുഭവം പറയാണ്. കിടന്നത് ആലപ്പുഴയുടെ തീരപ്രദേശത്ത് കയറുപിരിക്കുന്ന ചാപ്ര എന്ന് പറയും. കയറുപിരിക്കുന്ന ചാപ്ര. ആലപ്പുഴ കൊതുക് വളരെ പ്രസിദ്ധമാണ്. ഈ ചാപ്രയിലെ കൊതുക് അതിനേക്കാളും പ്രസിദ്ധമാണ്. പോയി ഒരു തഴപ്പായ കിട്ടി. ആ പായ ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഒരാളുമുണ്ട്. രണ്ടുപേരുടെ അങ്ങനെ ചുരുണ്ട് കിടന്നു. ഇന്നും മറക്കാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം ആ സാഹചര്യം എങ്ങനെ അവർ ആലപ്പുഴ ഇങ്ങനെ ആക്കി. ഈ ഇടതുപക്ഷ ശക്തികളുടെ ആ വേരുകൾ അടിവര ഗ്രാസ് റൂട്ട് വരെ ഉണ്ടെന്നൊക്കെ പറയുന്ന ഈ സ്ഥലത്ത് അവരൊക്കെ എവിടെ പോയി? ദേശാഭൻ നമ്മൾ കണ്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം കുട്ടനാട്ടിലെ മുഞ്ഞ, വേറെ വിഷയമില്ല, കുട്ടനാട്ടിലെ മുഞ്ഞ മുഖപ്രസംഗം. ഒരു കാര്യം കൂടി പറയണം. കുട്ടനാട് ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് കുട്ടനാട് പാർട്ടി സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ സംഘത്തിന്റെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ സഹായം വേണം. ബോട്ട്, അവരുടെ CITയുടെ ബോട്ട്, നിങ്ങൾ കുറെ പേര് വരണം, ദണ്ഡയൊക്കെ വേണം, കാരണം മറ്റൊരാക്രമിക്കും. ഇവരെല്ലാം ഇപ്പൊ പറയുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണ്. ആ രീതിയിലെല്ലാം സത്യാഗ്രഹം എല്ലാ രീതിയിലും സജീവമായിട്ട് നടന്നു. FACTയുടെ മുഴുവൻ പ്രൊഡക്ഷന്റെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള സദാനന്ദം പിള്ള MSc PhD ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്ങനെ അറസ്റ്റ് ചെയ്തു? അമരമുകളിൽ അദ്ദേഹം താമസിക്കാൻ രാത്രി ഒന്ന് വളഞ്ഞു, കഥകിന് മുട്ടി. അദ്ദേഹത്തിന്റെ ഒരു സഹോദരനുണ്ട്, അണ്ണൻ കഥക് തുറന്നു. പോലീസ് എന്ന് കണ്ടപ്പോൾ കഥ അടച്ചു. പോലീസ് പിന്നെ വീട് ചുറ്റി കറങ്ങുകയാണ്. കിടക്കുന്ന മുറിയുടെ ഒരു ജനൽ തുറന്നിരുന്നു. വടി കൊണ്ട് പതുക്കെ തട്ടി. പറഞ്ഞ 5 മിനിറ്റ് ഫ്രഷ് ആയിട്ട് വരാം. പോയി. പക്ഷെ പിറ്റേ ദിവസം പാർലമെന്റിന്റെ ഒരു ടീം FACT പരിശോധിക്കാൻ വരിക, നിരീക്ഷിക്കാൻ വരികയാണ്. കലക്ടർ ഇടപെട്ടു, അദ്ദേഹത്തെ മോചിപ്പിച്ചു. മാവേലിക്കര സംഘചാലക് രാഘവൻ നായർ സാർ, അഡ്വക്കേറ്റ് രാഘവൻ നായർ വിറയ്ക്കുന്ന ആളാണ്. രാത്രി 100 പോലീസുകാർ വന്ന് വീട് വളഞ്ഞു. അദ്ദേഹത്തെ ഒരു പോലീസുകാരനും പോലും വേണ്ട. എന്നിട്ട്
ഇങ്ങനെ ദേശവ്യാപകമായി ഭീകരത അങ്ങേറ്റം അഴിഞ്ഞാടി, മർദ്ദനങ്ങൾ ഈ തരത്തിലായിരുന്നു. ഈ സമയത്തെല്ലാം നിശബ്ദമായി നമ്മുടെ സത്യാഗ്രഹത്തിന് തയ്യാറെടുപ്പുകൾ നിശ്ചയിച്ച പോലെ സത്യാഗ്രഹങ്ങൾ നടക്കുന്നു. അതിനുവേണ്ടിയുള്ള ഫണ്ട് എങ്ങനെ, ആൾക്കാരെയൊക്കെ കണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് ചോറ് കൊടുക്കണം, അതിന് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ തരാൻ ആൾക്കാർ തയ്യാറാണ്. ഓരോ വീട്ടിലും നമ്മുടെ ഈ പ്രവർത്തകരെ ആരും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. എന്താ കാരണം? സത്യാഗ്രഹത്തിന് പോയാലേ അറസ്റ്റ് ചെയ്തുള്ളൂ. എല്ലാവരും വീടുകളില്ല, ലോഡ്ജിലല്ല. വലിയ വീരവിപ്ലവം പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി നമുക്കറിഞ്ഞുകൂടാ. അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോൻ, അതുപോലെ ആഭ്യന്തരമന്ത്രി കരുണാകരൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാം ഈ പുസ്തകങ്ങളിൽ കൂടെയൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഇതെല്ലാം എന്തിനിതൊക്കെ അറിയണം? ഇന്നത്തെ തലമുറയ്ക്കൊന്നും അറിയില്ല. ഇവിടെ എന്തൊക്കെ നടന്നു, എന്ത് ഭാരതം, എന്ത് ഭാരതമാതാവ്, എന്ത് സത്യാഗ്രഹം, എന്ത് ബങ്കിം ചന്ദ്ര യാത്രതി, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എവിടെയോ നോക്കി ഓരിയിടുന്നത് പോലെ ഓരിയിടുന്ന വലിയൊരു സമൂഹമാണ് ഇന്നിവിടെ ഉള്ളത്. അതിനിടയിലാണ് ഈ 50-ാം വർഷം. നമ്മുടെ വേദന, നമ്മുടെ ഭാരത മാതാവിനോടുള്ള ഭക്തി പറഞ്ഞിട്ടത് എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് നിരോധനം മാറ്റാനല്ല, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, പൗര അവകാശത്തിന് വേണ്ടിയാണ്, ജനാധിപത്യത്തിന് വേണ്ടിയാണ്, മുഴുവൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ജനം തിരിച്ചറിയും. നാളെ വരാൻ പോകുന്ന ഒരു വലിയ മുന്നേറ്റം, ഈ ഭാരതത്തിന് വേണ്ടി എന്തും സഹിക്കാൻ, ഭാരതമാണെന്റെ എല്ലാം എന്ന് ചിന്തിച്ച് അമ്മമാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ രീതി വരും. ഒരു സംഭവം കൂടെ, ഒരു വിവാഹം നിശ്ചയിച്ചിരുന്നു. അയാൾ സത്യാഗ്രഹത്തിന് പോകണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യാഗ്രഹത്തിന് പോയി വന്നതിന് ശേഷം വിവാഹം മാറ്റിവെച്ചു. സത്യാഗ്രഹത്തിന് പോയി വന്ന് ജയിൽ ജീവിതം അനുഭവിച്ചതിന് ശേഷം വിവാഹം. ഇതൊരു ചരിത്ര സ്മരണ ഉണർത്തുന്നതാണ്. ശിവാജി പറഞ്ഞു, കോട്ട പിടിക്കണം, തോരണ ദുർഗം പിടിക്കണം എന്ന് പറഞ്ഞ സമയം താനാജി പോയി. താനാജിയുടെ മകന്റെ വിവാഹമായിരുന്നു. മകൻ എന്ത് പറഞ്ഞു? വിവാഹം സാരമില്ല, കോട്ട പിടിക്കണം. ഇതായിരുന്നു. ഇതെല്ലാം ചരിത്ര സ്മരണകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പുസ്തക പ്രകാശനം, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യം, ഈ ദേശത്തിന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യം, ഭരണഘടന എന്ന് പറഞ്ഞൂടെ പിള്ളേരുകളി പോലെ ചില അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് ഭരണഘടന നിങ്ങൾക്കറിയാം? ഭരണഘടനയ്ക്ക് മഹത്വമുണ്ട്, ജനാധിപത്യത്തിന് മഹത്വമുണ്ട്, പൗരാവകാശങ്ങൾക്ക് മഹത്വമുണ്ട്. അത് വീണ്ടും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടക്കുവാൻ ഈ ഓർമ്മകൾ നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. വന്ദേ മാതരം. ഈ ധന്യമായ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. പുസ്തക പ്രകാശനം. അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ ഈ പുസ്തകം പ്രകാശനം നടത്താനായി എത്രയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജിയെയും ഒപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങാനായി അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ ആർ മോഹനെയും ക്ഷണിച്ചുകൊള്ളും. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വീരും കൂറും കൈവെടിയാത്ത ഒരു തലമുറയുടെ പോരാട്ട വീര്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ധീരമായ സന്ദേശം. ഇനി ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സധൈര്യം പോരാടിയ ധീരദേശാഭിമാനികൾ, അവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ദയവായി വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവരെ ആദരിക്കാനായി എത്രയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജിയെയും ക്ഷണിക്കുന്നു. We respectfully invite the Honorable Governor to honor the brave warriors who fought against the emergency. ആദ്യമായി ശ്രീ സദാശിവൻ നായർ സി ദയവായി വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1975 നവംബർ 14 മുതൽ 2 മാസം ജയിൽവാസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരത മാതാവ് വിജയിക്കട്ടെ എന്ന് അതിശക്തമായ ഉച്ചത്തിൽ
ഉദ്ഘോഷിച്ച സമരം ചെയ്ത് അറസ്റ്റ് വരിച്ച ശ്രീ സദാശിവൻ നായർ, ശ്രീ സി ഗോപാലകൃഷ്ണൻ നായർ 1975 നവംബർ 14 മുതൽ 1 മാസം ജയിലിൽ. അന്ന് അദ്ദേഹത്തിന് വെറും 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തിരുവനന്തപുരം പാലക്കുടങ്ങര സ്വദേശിയാണ്. അടുത്തത് ശ്രീ ജി രാധാകൃഷ്ണൻ, കൊല്ലം വിളക്കുടി സ്വദേശി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്തെത്തി സമരത്തിന് നേതൃത്വം നൽകി. 3 മാസം ഇന്ദിരയുടെ ഭരണകൂടം അദ്ദേഹത്തെ കൽത്തുറുങ്കിലിട്ടു. ശ്രീ ഡോക്ടർ മധുസൂദനൻ പിള്ള 1975 നവംബർ 20 ജയിലിലായി. 20 ദിവസം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചു. MSc പഠിക്കുകയായിരുന്ന ABUPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഈ സമര ഇതിഹാസത്തിൽ പങ്കാളിയായത്. അടുത്തത് ശ്രീ ബി മോഹൻകുമാർ, കണ്ണമ്പള്ളി വെള്ളനാട് സ്വദേശി. ലോക് സംഘർഷ സമിതിയുടെ ലഘുലേഖ വിതരണം ചെയ്യുന്ന സമയം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിൽ 3 മാസം ജയിലിൽ പിടിച്ചിടുകയും ചെയ്തത്. ശ്രീ ബി മോഹൻകുമാർ. അടുത്തത് ശ്രീ ജി ക്രിസ്തുദാസ്, വഴിയില തിരുവനന്തപുരം സ്വദേശിയാണ്. 1975 നവംബർ 20 അറസ്റ്റ് ചെയ്ത് 3 മാസം ജയിൽവാസം അനുഭവിച്ചു. ശ്രീ ജി ശിവപ്രസാദ്, പള്ളിക്കൽ സ്വദേശിയാണ്. 1975 നവംബർ 20 അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അടുത്തത് എസ് രവീന്ദ്രൻ നായർ, ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നൽകിയ ശ്രീ എസ് രവീന്ദ്രൻ നായർ, തുണ്ടുവിളാകത്ത് വീട്, ഇടക്കോട് സ്വദേശിയാണ്. ശ്രീ കെ വിക്രമൻ, ഇടക്കോട് സ്വദേശി തന്നെയാണ് ശ്രീ കെ വിക്രമൻ. അടുത്തത് ശ്രീ മോഹനൻ, നാരായണപുരം സ്ട്രീറ്റ്, അമരവിള സ്വദേശി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ശ്രീ മോഹനൻ. അടുത്തത് ശ്രീ കെ രാമൻ, നട്ടൂർക്കോല, അമരവിള സ്വദേശി. ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ കെ കൃഷ്ണൻകുട്ടി. അവസാനമായി ശ്രീ സി സുബ്രഹ്മണ്യൻ, ബാലരാമപുരം സ്വദേശി. ശ്രീ സുബ്രഹ്മണ്യൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി 3 മാസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ച് ഈ പോരാട്ടത്തിന് ഊർജം നൽകിയ കർമ്മധീരതയാണ് കേരളത്തിന്റെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജി ഇവിടെ ആദരിക്കുന്നത്. അടുത്തതായി ഈ ധന്യമായ ചടങ്ങിൽ ഏതാനും ചില വാക്കുകൾ സംസാരിക്കാനായി നമ്മുടെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജിയെ സവിനയം സാദരം ക്ഷണിക്കുന്നു. Now we respectfully invite our Honorable Governor to say a few words on this blessed occasion. Namaskaram. I am told to speak only few words. So I will be speaking only few words, not more than that. Today's function, just to remember what had happened 50 years back. That is the emergency which was here in this country, which nobody thought would have been in this country. Such type of period, black period, will be there in the life of Bharat Mata. But it was there to be.
Now, today we are celebrating 50 years. It is not, in fact, a celebration. It is remembering what had happened that time. And that is the function today. For this function on dais along with me are Shri Ravi Kumar, Secretary Shri Padmanabha Seva Samiti, Shri P. Unni Krishnan ji, Shri P. Girish ji, Shri V. K. Vishwanathan ji, Shri Kava Surendran ji, Shri R. Mohanan, who is General Secretary of the Association of Emergency Victims, all other dignitaries, Priya Sahodari, Sahodaran Mare, Namaskar. I know you have been waiting for long period today here. It was more than 2 hours almost now. But sometimes it happens. We cannot blame anybody. Because 50 years back, if we just try to peep into it, we will understand what was the period of that black era. It was a very big blow to the democracy in this country. We have been telling whole world that we are the largest democracy in the world and deep-rooted democracy in the world. But when Indira ji came to power, she was quite acquainted with all the things and she was knowing what is to be done here to remain in power till her last breath. She was knowing that. And when the atmosphere in this country started beginning against her, she also knew what is to be done for this. And so she imposed an era called emergency. That was a black, dark spot on our age-old democracy. I remember here what Winston Churchill had said when in the British Parliament, Freedom of India Act was to be passed. Churchill had opposed this. He said, Indian people do not deserve democracy. They do not deserve any freedom. They should be slaves of Britishers. That is what Churchill had said. Many people had opposed him. And he was proved wrong many a times and always. But in the year 1975, when the emergency was imposed in this country, all the freedom of speech, freedom of expression, freedom to leave, freedom to move, everything was curbed. That time many people felt Churchill was correct. But it was correctness, his wisdom was only for few months. Afterwards, India rebounced back. The people of India came out again to prove that we are Indians and we are deep-rooted and we have democracy in our blood. That is what we proved again in the year 1977. So from March 1975 to March 1977, this period of 2 years was definitely a period of all brutalities, horrifying days of this country. In fact, nobody wants to remember those. Many of you were in jail that time. But most of you do not even know what had happened that time. I was in jail along with my father in Goa.
Both of us were there together in the jail. We never knew when my father was there and when myself was there. But we met someday and both of us were astonished to see each other there in the jail. That was an emergency. That was atrocity. That was brutality of Indira Gandhi. Because her very seat of the chair of prime ministership was shaken, she wanted to have power till her last breath. And so she was disturbed. You all remember on 12th of June in the year 1975, she was disqualified to be MP. Allahabad High Court had passed the judgment. She was disturbed. How can a judge pass a judgment against me? Because the Gandhi or Nehru dynasty was here to rule forever. That was their contention. Nobody can challenge us. But there was one judge by name Sinha. Justice Sinha passed order against her. And she was disqualified for corruption. Not for any other thing, for corruption. She played many mischiefs in the election campaign and corrupt practices. Used all government machinery for her election. That was all written in the judgment. Indira Gandhi said, nothing doing. I cannot be dislodged. I cannot get down. But there was opposition brewing within the party. The people were also there. People wanted that she should step down. But she did not. And ultimately, when the Jayaprakash Narayan, Lok Nayak Jayaprakash Narayan, under his leadership, Lok Sangharsha Samiti was formed. This was just mentioned here by my earlier speakers. It has got very detailed account in the book itself. The Lok Sangharsh Samiti was there. Under the banner of Lok Sangharsh Samiti, throughout the country, all people, they came out against the emergency and protested. Satyagraha was done. And almost 1 lakh, more than 80,000 RSS and Janasangha people were arrested and put behind a bar. There were other party members, no doubt, but very few. But more than 80,000 persons, which were from RSS, which were from Janasangha, that time it was Janasangha, they all were arrested, put behind a bar, no trial, nothing. There was MISA, Maintenance of Internal Security Act, and there was another act called DIR, Defense of India Rules. Rules were there. And what was mentioned in that? Because you are a threat to the country, threat to the Prime Minister, you are arrested and put in jail. That time I was in college, just doing my BCom Part 1. And that time, how I can be a threat to Indira Gandhi's seat? I did not understand that. But this was not only my case, this was everybody's case. And what brutalities we have suffered here. What horrifying days were those. All those days are such horrified, and all those days were so brutal. Indira Gandhi and Sanjay Gandhi were ruling the country. Both of them, the son and the mother, they were ruling the country. So when there was a big rally in Ramlila Maidan, at Ramlila Maidan in Delhi, on 25th of June, Indira Gandhi was shaken. The rally was led by none other than Jayaprakash Narayan. Jayaprakash Narayan was in fact a Congress leader earlier. He had supported Indira ji also. And afterwards, he had in that time also supported,
work against RSS and Janasangha also. But his mind had changed. He came to know only these people can save the democracy. The people from RSS and Janasangha. It is his statement. It is a public statement written in his biography also. What, because of Nanaji Deshmukh's contact with Jaiprakash ji, Jaiprakash ji said, because I was in Bihar, I saw all those documents. He has, his house is in Patna. I had gone there 2-3 times. I saw his biography, I saw his writings. His speech is there. If RSS is communal, call me also communal. This was Jaiprakash Narayan. And he came to know when the contact of Nanaji Deshmukh was with him that RSS and Janasangh cannot be called as communal. These are the true patriots of this country. This is what Jaiprakash said. And when Jaiprakash was addressing that rally in New Delhi at Ramlila Maidan on 25th of June of 1975, Indira Gandhi and her all cronies, they thought there will be 10 to 20,000 people gathering there. But the gathering was more than 1 lakh of people had come there. And Jaiprakash Narayan announced, gave warning to Indira ji, to Congress and all the cronies of Congress that Janata aayi hai, Simhasan khali karo. That was the slogan given by Jaiprakash ji. People have come now on the streets. You come down from your seat, come down from your throne. Janata aayi hai, Simhasan khali karo. That was the slogan and that was the warning given by Jaiprakash ji. And Jaiprakash ji was speaking the very intention and will of people. People were fed up with what Indira Gandhi had done there. All were fed up with the emergency. And then came the emergencies, all sort of satyagraha during that. As I told you, more than 1 lakh people were arrested from RSS and Janasangha. Other parties too were there. CPM was there. CPI was as usual supporting Congress. CPM was opposing the Congress. So, all these people were there and all these people after about 2 years in the year 1977, elections were held. In that month, elections were held and all the election people, all the political parties, they came together. The political parties fought together and Janata Front was formed. Janasangha, Bharatiya Lok Dal, that was time, it was about Charan Singh. Then came Samajwadi Socialist Party and then came Congress organization. The faction was away from Congress, Indiraji's against, that was Morarji Desai and later on Jagjivan Ram Babu also. All these fought against them. CPM supported. It was, you will just laugh at it and it is astonishing to understand. CPM and Janasangha were contesting election together. And today we have a different picture. I remember in Mumbai, there was Ahilya Rangnekar. Ahilya Rangnekar was CPM's leader. And all our Sangha and Janasangha people worked for her at that time. Because that was the necessity of the hour. That was what very much needed that time. So we forgot everything and we came together. Even in Kerala, Trivandrum, here also, or in Kerala, other places, CPM workers were brutally beaten. Even our present Chief Minister, Pinarayi Vijayanji also was beaten. But other factions in this Congress Communists did not come in the protest of it. He was left alone there. There were many instances throughout the country like this.
and ultimately we won the election. We means Lok Sangharsh Samiti. And they decided that something is now coming, brewing up. That time, if you go through the statistics of the electioneering voting pattern, you will be astonished to see what was that and why was that again. All people, all leaders were inside jail. They were not able to come out. They were not able to come out and campaign for the candidates who were against Indiraji's Congress. But people had decided, people of this country who are basically considered as illiterate, uneducated, uncultured, all these people, they came out and voted for democracy against Indira's dictatorship. That was a great thing in this country. It had never happened. People came out on the streets and they voted against Indira Gandhi. Indira Gandhi lost the election. Sanjay Gandhi lost election. Vidyacharan Shukla lost elections. Everybody of Congress leader, they lost the elections that time. The Janata Front, then it was converted into Janata Party. It won the elections under the leadership of Morarji Desai and Jayaprakash Narayan. Jayaprakash Narayan said, I don't want to become a part of government. You now run the government. That was his greatness. But Indiraji even took him to task. When he was in jail, it is believed, I do not know, but it is believed that he was given purposely wrong medicines. And after coming back, within few years, Jayaprakash we lost him. But Indiraji had this type of courage to doing anything. She had brutalities. But ultimately, people of this country, they came out in such a large number and they said, we don't want Indira Gandhi's dictatorship. We don't want this. We want again democracy. Again, the Churchill was proved wrong. Because common people who never knew what is politics, who never knew what is L.K. Advani and what is all other people, Vajpayee, what was George Fernandez, they never knew. Only thing they wanted to uphold was the democracy of this country. Because in our culture, democracy is deep rooted in our body, in our blood itself. That is the value of our elections. That is the reason why after all these years, we are having elections to elections, elections after elections, without any impediments, without any obstacles. Because people of this country are democratic. We may say that during emergency in the year 1977, the leaders were so great and they came out and because of them we won the election. No, it is wrong. The truth is that the people, the common person who sells some fruit on the streets, who comes out and have a haircut for you, who comes out and do something for you on the streets, he came out and he voted for democracy. We all must thank them permanently. Just imagine if that time elections during 1977, Indira Gandhi had won the elections, what would have been the fate of all people? We would have never seen outside world. We would have been rotten there in the jails. There would have been no democracy in this country. But this credit, full credit, 100 marks go to our common people, common voter of this country. We all must always salute him, salute that person. And now that we are here again, celebrating the democracy and remembering the dictatorship, we all have to celebrate it.
but we also have to see what is happening. People that time, Indira Gandhi's emergency was saying us, there is no freedom of speech. Even the Supreme Court that time, when the Chief Justice was Ajit Nath Ray, he was the Chief Justice. He said, it is his judgment. He said, there cannot be freedom to life also during emergency. So any officer could come here, shoot you and go away. He was not supposed to give any reason. That was emergency. And surprisingly, our Chief Justice of India upheld this. That time, I do not know. He had been brought specially from Kolkata, from Bengal, by Indira Ji, superseding all other people, all other justices. He was made the justice there, Chief Justice. He had to give the verdict in her favor. Whatever she did was correct. Now, after 50 years, what is the reason of having all this, just revising what had happened? Because in democracy it is said, vigilance of the voter or the people is the permanent solution for all the problems. We all have to be vigilant. We never thought that Indira Ji will bring emergency, but she brought. And afterwards we have seen how the people are here freely speaking, talking, and moving here and there. That time, now even the oppositions in the ruling party and the other parties or opposition are there, they always come out and say, our voice is suppressed. We are not allowed to speak. We are not allowed to speak. They come out in the street and they speak and tell us that we are not allowed to speak. This, I do not know what sort of intentions and contentions they have. Now here, we also have to look at the problems. Why the people in the power, they feel that all the rights should be converted into my rights. People's rights should be converted into my right. Why the people in the power feel so? That has to be decided, that has to be thought of. Today we have brought this book that is on emergency, 1975 to 2025, 50 years. That book gives us some lesson. That book teaches us, whenever there are people in the power who feel that nobody else can exist, we are here, we are the power. We will see that you are not given any voice to speak. Even today's program, I did not understand why there was opposition to speak. Is this an emergency, undeclared emergency in the country or in the street? If you are speaking something, you must allow everybody to speak. Listen to that. And if you have really some substance, counter that. But not allowing anybody to enter the hall, not allowing the governor also to enter the hall, is this a democracy? Are we really in the age of democracy or Indiraji's democracy? That democracy. We don't have tolerance. Sahishnuta. Do we have it or not? We must tolerate. I remember one sentence from French philosopher by name Voltaire. He said, I disagree with you with everything that you say. I disagree with everything that you say, but I would rather die in defending your right to say it. I would rather die in defending your right to say it. I must be allowed to speak. You must be allowed to speak. Those sitting in the power, they must be allowed to speak. There has to be there. But why this confrontation? When I came to Kerala, I publicly said, it
It is not my nature to have confrontation every time. But confrontation, not having confrontation, doesn't mean that I will be compromising. There cannot be compromises. What is my thinking? What is my ideas? What are my perspectives? What are my perspective? These are mine perspective. I don't object to yours. You have your ideology. You have your thinking. So also I have. Why object to my thinking? This intolerance is not the ethos of this soil. It is not the ethos of this culture. We have to come out, talk. We have to discuss. That is what I have been telling everybody. I don't want to target anybody. But this type of emergency cannot be tolerated. It cannot be. We all are Indians. We all are brothers and sisters. Let us come. If you have different opinion, I have different opinion. Let us come and discuss and do something. But doing such things is not pardonable. It cannot be carried away. It cannot be carried forward also. So that is what we are here. Emergency has given us a lesson. Whatever you want to say it very loudly. Say it very loudly. That is what emergency has given us a lesson. After 50 years of emergency, let us think again. Where are we? Where do we want to go? Whether we want to have emergency again and again. Vigilance of all the people. That is in Sanskrit, it is called satarkata. That alertness of all the people is very much necessary, always, all the time. Otherwise, we will be put to dust. We will be put to ruins. That is what we want, and I hope you all have gathered with that intention, that courage, and that destination within you. So let us march ahead with all this. We don't have enmity towards anybody. Anybody. I don't have a political enmity with anybody. I am not a political leader. I was just saying, otherwise I would have come here at dot 5:30 and do this and that. I could have done ruckus also, but I did not want that. Because today's program is a different program which gives us some lesson to march ahead with democratic principles, and that is how we are committed. We all are Indians and we are committed to democracy. That is what I want to say. Nanni. ബഹുമാനപ്പെട്ട ഗവർണറുടെ വാക്കുകൾക്ക് നന്ദി. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ തന്നെ ഇരിക്കണം. ആദരണീയരായ ഗവർണർ ഇവിടുന്ന് മടങ്ങിപ്പോയി 5 മിനിറ്റ് ശേഷം മാത്രമേ. എല്ലാവരും ഈ ഒരു വാതിലിൽ കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. ആരും ഓടണ്ട, എല്ലാവരും ഇരിക്കും. മുഴുവൻ ആളുകൾ പുറകിൽ ഓടുന്നത്